അടുത്തത് നമ്മളായിട്ട് നോക്കാൻ പോകുന്നത് നാലാമത്തെ ഫൈലമായ പ്ലാറ്റിഹെൽമിന്തസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് പ്ലാറ്റിഹെൽമിന്തസ്? പ്ലാറ്റിഹെൽമിന്തസിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി, അതായത് അതിന്റെ ഡോസൽ സൈഡും വെൻട്രൽ സൈഡും ഫ്ലാറ്റൻഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പ്രൊജക്ഷൻസ് ഒന്നും അവരുടെ ശരീരത്തിൽ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേരാണ് ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്നത്. സോ ദേ ആർ എൻഡോ പാരസൈറ്റ്. അവർ മറ്റൊരു ഹോസ്റ്റിന്റെ ശരീരത്തിനകത്ത് കയറി ലിവിങ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. അതുകൊണ്ട് തന്നെ അതിനെ എൻഡോ പാരസൈറ്റ് എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യനെയും ഹോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഈ ഒരു പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഓർഗാനിസം. ഈ ഒരു ഓർഗാനിസം ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും. അതായത് നമ്മൾ സെൻട്രലിൽ കൂടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈക്വൽ ഹാഫിനെ കിട്ടും. അതിനെയാണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗാനിസം ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. എക്ടോഡേം കാണും, എൻഡോഡേം കാണും, മിഡിൽ ലെയർ മീസോഡേമും കാണും. സോ ദേ ആർ എ സീലമേറ്റ് ആനിമൽ. മീസോഡേമിന്റെ അവിടെ അവർക്ക് സീലം ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർ എ സീലമേറ്റ് ആനിമൽ ആയിരിക്കും വിത്ത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പം ഇവരുടെ ശരീരത്തിൽ ഓരോ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ടും സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് കാണപ്പെടും. അതുകൊണ്ട് തന്നെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും ബോഡി ഫോം. അതുമാത്രമല്ല പ്ലാറ്റിഹെൽമിന്തസിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ഹൂക്സ് ആൻഡ് സക്കേഴ്സ് കാണപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഇതൊരു എൻഡോ പാരസൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്നും ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെയും ശരീരത്തിൽ ഹൂക്സ് ആൻഡ് സക്കേഴ്സ് കാണപ്പെടുന്നുണ്ട്. ചില പ്ലാറ്റിഹെൽമിന്തസ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഡയറക്ട്ലി ആ ഒരു ഹോസ്റ്റിന്റെ ബോഡി സർഫസിൽ നിന്നും അബ്സോർബ് ചെയ്തും എടുക്കാറുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഓസ്മോ റെഗുലേഷൻ, വാട്ടർ മിനറൽ ബാലൻസിന് വേണ്ടിയിട്ടും എക്സ്ക്രീഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ഫ്ലെയിം സെൽസ്. അത് ഈ ഒരു പ്ലാറ്റിഹെൽമിന്തസിന്റെ മാത്രം പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് ഫ്ലെയിം സെൽസ്. അപ്പം ഈ ഒരു പ്ലാറ്റിഹെൽമിന്തസിലും സെക്സസ് സെപ്പറേറ്റ് ആയിരിക്കത്തില്ല. മൊണീഷ്യസ് ഓർഗാനിസം ആയിരിക്കും. അതായത് മെയിലും ഫീമെയിലും ഒരേ ഓർഗാനിസത്തിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്, ഇൻസൈഡ് ദെയർ ബോഡി ആയിരിക്കും. ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ലാർവൽ സ്റ്റേജ് പ്ലാറ്റിഹെൽമിന്തസിന് കാണപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു ഒന്നിൽ കൂടുതൽ ലാർവൽ സ്റ്റേജിൽ കൂടെയാണ് മെറ്റമോർഫോസിസ് നടന്നാണ് പ്ലാറ്റിഹെൽമിന്തസിന്റെ അഡൾട്ട് ഫോം രൂപീകരിക്കപ്പെടുന്നത്. എക്സാമ്പിൾ പ്ലനേറിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിന് മാത്രമുള്ള ഒരു കപ്പാസിറ്റിയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം റീജനറേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗാമേറ്റ് ഇൻവോൾവ് ചെയ്യാത്ത ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ദ എൻറ്റയർ ഓർഗാനിസം, ആ ഒരു ഓർഗാനിസത്തിന്റെ ബോഡി പാർട്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ പാർട്സ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ മുറിഞ്ഞ് മാറ്റിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ അഡൾട്ട് ഓർഗാനിസമായിട്ട് മാറുന്നതാണ്. ആ ഒരു കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടീനിയ സോളിയം, ഫാസിക്കോള എക്സെട്ര.